ഇത് ഇങ്ങനെയുള്ള സത്യത്തെ ഉപേക്ഷിക്കണം, അതിനോട് വെറുപ്പുണ്ടാകണം എന്ന ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നാണ് ഈ ഹദീസിനെ ചുമത്തേണ്ടത്. ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള സത്യത്തെ ഉപേക്ഷിക്കണം, അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടല്ലോ, നബി തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അരിയാ ഷിർക്കുൻ, റിയാ ലോകമാന്യത, മറ്റുള്ളവരെ കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അത് ഷിർക്കാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. പക്ഷെ ഷിർക്ക് എന്ന് പറയുമ്പോൾ ബഹുദൈവ ആരാധന, ബഹുദൈവ വിശ്വാസം, ആ അർത്ഥത്തിലുള്ള ഷിർക്കല്ല. ഷിർക്കുൻ ഹഫീയ് എന്നും പറയും ഈ റിയായിന്, ലോകമാന്യതയ്ക്ക്. അല്ലെങ്കിൽ ഷിർക്കുൻ സഗീർ, ചെറിയ ഷിർക്ക്, അല്ലെങ്കിൽ ഗോപ്യമായ ഷിർക്ക് എന്ന് പറയും. അപ്പോൾ എന്താണ്? ഫൈനഹു മഅസിയത്തുൻ ലാ തഖ്റുജു അൽ ഈമാൻ, അത് പാപമാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടി നിസ്കരിക്കുക, ലോകമാന്യതയ്ക്ക് വേണ്ടി അമൽ ചെയ്യുക, അത് തെറ്റാണ്, പാപമാണ്. പക്ഷെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു പോകൂല. അപ്പോൾ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനോട് വെറുപ്പുണ്ടാകണം, ലോകമാന്യത പാടില്ല, അത് നല്ല പരിപാടിയല്ല. അതുകൊണ്ടാണ് ഷിർക്ക് എന്ന് പറഞ്ഞത്, യഥാർത്ഥ ഷിർക്കല്ല. എന്നതുപോലെ ഈ ഹദീസിൽ കുഫർ ചെയ്തു അല്ലെങ്കിൽ ഷിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുഫറോ യഥാർത്ഥ ഷിർക്കോ അല്ല, അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണെങ്കിലും മാതാപിതാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാനേ പാടില്ല. പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. നബി തങ്ങളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഔലിയാക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? വാപ്പാനെയും ഉമ്മാനെയും മക്കളെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ പാടുണ്ടോ? അള്ളാഹു അല്ലാത്ത സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ ഖുർആൻ പിടിച്ചുകൊണ്ട്, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാം, അത് പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാവോ? അത് അള്ളാഹിൻ്റെ സൃഷ്ടിയല്ല. ഖൽഖുൽ ഖുർആൻ വാദം, ഖുർആൻ സൃഷ്ടിയാണ് എന്ന വാദം, അത് ബിദ്അത്ത്, നൂതനാശയമാണ്, പുത്തൻ ആശയമാണ്. അതിൻ്റെ പേരിൽ മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള മഹാപണ്ഡിതന്മാരൊക്കെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, ചാട്ടവാറുകൊണ്ട് അടി കൊള്ളേണ്ടി വന്നിട്ടുണ്ട്, ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഖുർആൻ സൃഷ്ടിയാണെന്ന വാദത്തിൻ്റെ എതിരിൽ സംസാരിച്ചതിൻ്റെ പേരിൽ. ഖുർആൻ സൃഷ്ടിയല്ല, അള്ളാഹുവിൻ്റെ കലാമാണ്.